അതിപ്പോൾ തീരുമാനമായി. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു നിലപാടെടുത്തോളൂ. മന്ത്രിസഭയിലും അതിന് മുന്നണിയിലും ഒക്കെ വിശദമായി ചർച്ച ചെയ്യാതെ തിരുത്തപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിനെ ഇത് ഒപ്പിടേണ്ടി വന്നോ? അതുകൊണ്ടാണോ ഇപ്പൊ ഇത് താൽക്കാലികമായി മരവിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്? ഇപ്പം ഏതായാലും മരവിപ്പിച്ചല്ലോ. അല്ല, മരവിപ്പിക്കുക വെച്ചാൽ റിവ്യൂ ചെയ്യുന്നുണ്ടല്ലോ. ആ റിവ്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പം അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാതിരിക്കലാണ് നല്ലത്. അതിൻ്റെ കാര്യം അതെ, അതിന് നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരു നിലപാടെടുത്തല്ലോ. ആവശ്യമായ കാര്യങ്ങളെല്ലാം സമൂഹത്തിന് മുന്നിൽ ഉയർന്നു വന്നല്ലോ. അതൊക്കെ നിങ്ങൾക്ക് ലേശം രസം തന്നിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം ഇപ്പം ചർച്ച ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവസാനിച്ചു. ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ പരിശോധിക്കാനൊരു സമിതിയെ ചുമതലപ്പെടുത്തി. ആ സമിതിയുടെ പരിശോധന നടക്കുന്നതുവരെ PMശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ ഇവിടെ നടപ്പാക്കില്ല എന്ന് കാണുകയും ചെയ്തു. അവിടെ ഉൾപ്പെടെയുള്ള ഫണ്ട് ലഭിക്കാനുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒപ്പിട്ടു, പക്ഷേ താൽക്കാലികമായിട്ട് ഇത് നീട്ടിവെക്കുകയാണെങ്കിൽ ആ ഫണ്ട് ലഭിക്കുന്നത് വൈകില്ലേ? അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? അല്ല, ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണല്ലോ ഇപ്പോൾ ഒരു സമിതി വന്നിട്ടുള്ളത്. ആ സമിതി വന്ന സാഹചര്യത്തിൽ ഇനി അതുമായി ബന്ധപ്പെട്ട് മറ്റു കൂടുതൽ അഭിപ്രായങ്ങൾ ഇപ്പോൾ പറയുന്നത് ഒരു നല്ല കാര്യമല്ല. അത് പിന്നെ പെട്ടെന്ന് തന്നെ വരുമല്ലോ. ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ വലിയ തിരക്കിലാവുമല്ലോ. അതിൻ്റെ എല്ലാം അതിൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നടക്കുമല്ലോ. അല്ല, എങ്ങനെയുള്ള പല ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന ഒരു സ്ഥിരം പതിവായിട്ട് വന്നിട്ടുണ്ടല്ലോ. ആ പതിവ് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം അവർ കാണുന്നത് ഞങ്ങൾക്കുള്ള പൊതുവായ സ്വീകാര്യത അത് എങ്ങനെ തകർക്കാൻ പറ്റുമെന്ന് നോക്കലാണ്. അതിൻ്റെ ഭാഗമായുള്ള ആക്ഷേപങ്ങളും ദുരാരോപണങ്ങളും സാധാരണ അവരുന്നയിച്ചു കൊണ്ടേയിരിക്കാറുണ്ട്. പക്ഷേ അവരുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ജനങ്ങളതൊന്നും സ്വീകരിക്കുന്നില്ല. കാരണം ജനങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകളുടെ വിശ്വാസ്യത പൂർണ്ണമായും ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഒരു വർഗീയതയുമായി ചേർത്ത് നിർത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകുമെന്ന് ആരും അത്ര പെട്ടെന്ന് കണക്കാക്കേണ്ടതായിട്ടില്ല. എന്നാൽ നല്ല രീതിയിൽ അതിന് പ്രചരണം കൊടുക്കാൻ ചിലർ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ നാട്ടിലൊരു വസ്തുതയാണ്. ആ കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതിനെപ്പറ്റി ഒരാശങ്കയില്ല. അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി അതിൻ്റെ മറവിൽ ഒരു RSS അജണ്ട നടപ്പാക്കാനുള്ള താല്പര്യമാണ്. അതിലൂടെയാണ് നമ്മുടെ പൊതു പാഠ്യപദ്ധതിയിൽ നിന്ന് ഗാന്ധിവധം മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അത് ഞാൻ പറഞ്ഞു കഴിയട്ടെ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മറ്റു തരത്തിലുള്ള വക്രീകരണങ്ങൾ വന്നത്. എന്നാൽ നമ്മളെന്താ ചെയ്തത്? ആ ചരിത്ര ഭാഗങ്ങൾ പ്രത്യേകമായി തന്നെ പഠിപ്പിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ആ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റമോ വ്യതിയാനമോ നമ്മുടെ കേരളത്തിലുണ്ടാകില്ല. കാരണം അത്തരം നയങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ച ഏക സംസ്ഥാനം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സംസ്ഥാനമാണ്. അത് തുടരുക തന്നെ ചെയ്യും. പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ CPIയോട് ഒരു ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവുകയും സാധാരണ മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ആളല്ല. ഇതിപ്പോൾ വലിയ നാണക്കേടായില്ലേ സമൂഹത്തിന് മുന്നിൽ? അവരോട് ചോദിക്കാമായിരുന്നില്ല. എന്താ അതിൻ്റെ അഭിപ്രായം? ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനമായല്ലോ. ഇപ്പോൾ അതിലേക്ക് നമ്മൾ പോകാതിരിക്കലാണ് നല്ലത്. എന്ന് അവർ ആദ്യം ഒരു വരിയായിട്ട് ആ കണ്ടീഷൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് സംസ്ഥാനങ്ങളെ ഒരു തരത്തിൽ സമ്മർദ്ദത്തിൽപ്പെടുത്തി അതിൽ പോലും ഒപ്പിടിക്കാനായിട്ട് ഉള്ളൊരു തന്ത്രമല്ലേ? അല്ല, അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനല്ല ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇന്നത്തെ നിലയിൽ ഒരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പൊതുവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇത് നമ്മൾ റിവ്യൂ ചെയ്യുന്നു. ആ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായി തൽക്കാലം
ഈ ഘട്ടത്തിൽ തീരുമാനം ഒരു കമ്മിറ്റി വന്നല്ലോ, ആ സബ് കമ്മിറ്റിയുടെ പരിശോധന പൂർത്തിയാകുന്നതുവരെ PM ശ്രീ പദ്ധതി ഇവിടെ നടപ്പാകുന്നില്ല. അങ്ങനെയൊരു നിലപാടെടുത്തു കഴിഞ്ഞ സാഹചര്യത്തിൽ പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് അത് ഗുണകരമായൊരു കാര്യമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താ വലിയ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, വലിയ പദ്ധതികളാണ് ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നവകേരളത്തിന്റെ ഭാഗമായി ഒക്കെ പ്രഖ്യാപിക്കുന്നത്. പണം എവിടെ നിന്നുള്ള ചോദ്യമായിരിക്കും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത് ഇത് കൊടുത്തില്ലെങ്കിലല്ലേ, ഇത് കൊടുത്തില്ലെങ്കിലല്ലേ പണം ഇവിടുന്നത്. പണം കയ്യിലുണ്ടാകുന്നതോടല്ലേ കൊടുക്കുന്നത്. ഈ പദ്ധതിയുമായി ഒപ്പിടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു. സാധാരണ ഇതെല്ലാം ഞാൻ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചോദ്യങ്ങൾ ഇപ്പം ഞാൻ ഒഴിവാക്കുകയാണ്. ഇതിനൊന്നും എൻ്റെ കയ്യിൽ മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല. ഞാൻ പറയുന്നത് കേൾക്ക്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഞാനിപ്പോൾ വിശദീകരണം നൽകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് വിശദീകരണം ഇല്ലാത്തതുകൊണ്ടല്ല. ഇപ്പം ഞങ്ങൾ എത്തിച്ചേർന്നൊരു ധാരണയുണ്ട്. ആ ധാരണയിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ ഞാൻ തയ്യാറല്ല. അതാണ്. അതല്ലേ നേരത്തെ ഒരാൾ ചോദിച്ചത്. നിങ്ങൾ മൈക്ക് വെച്ച് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. മൈക്കില്ലാതെ നേരത്തെ ചോദിച്ചില്ലേ? നിങ്ങൾ മൈക്ക് ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ അതിന് മറുപടി പറയൂ. ഇപ്പം ഏതായാലും പ്രഖ്യാപിച്ചല്ലോ, ഏതിൻ്റെ അടിസ്ഥാനത്തിലായാലും അതിരിക്കട്ടെ. അതൊക്കെ അവരെ കാര്യം വെച്ചല്ല ഞാൻ പറയുന്നത്. BJP അധ്യക്ഷൻ ഒരു പത്രസമ്മേളനം നടത്തിയെന്ന് കുറച്ച് മുമ്പ് ഈ അതിദാരിദ്ര്യ മുക്ത പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമുകൾ കേരള ഗവൺമെന്റ് തട്ടിയെടുത്ത് മേനി നൽകുകയാണെന്നും ഇതിനേക്കാൾ ഒരുപാട് ആളുകളെ മറ്റു സംസ്ഥാനങ്ങളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോഡി സർക്കാർ മുക്തമാക്കിയിട്ടുണ്ടെന്നുമാണ് പറഞ്ഞിട്ടായിരുന്നു പദ്ധതി വേണം. അതിൽ പറയുന്നത് നല്ലതല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും നമുക്കെല്ലാവർക്കും സന്തോഷിക്കാമല്ലോ. നമ്മളെ നാട് മാത്രമേ നന്നാകാൻ പാടുള്ളൂ നമുക്കുണ്ടോ? എല്ലാ നാടും നന്നായി വരട്ടെ. പക്ഷേ എവിടെയാണെന്ന് പറയണ്ടേ? ഇങ്ങനെ മൊത്തം പറഞ്ഞാൽ മതിയോ? ഈ കണക്കുകൾ ഞങ്ങളതല്ലാലും ഇന്ത്യ ഗവൺമെൻറ് തന്നെയല്ലേ. ഇന്ത്യ ഗവൺമെൻറ് കണക്ക് വരുമ്പോൾ നമ്മളാണല്ലോ പല കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ നിലയിലെത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഗുണഫലം നമ്മുടെ നാടിന് മാത്രമല്ലല്ലോ, രാജ്യത്തിനാകെയല്ലേ വരുന്നത്. അതിദാരിദ്ര്യമുക്തമായ ഒരു പ്രദേശം, അത് ഇന്ത്യ രാജ്യത്ത് കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് എന്നല്ലേ ലോകം കാണുക. അപ്പോൾ ഇന്ത്യ രാജ്യത്തിനകത്ത് അതിദാരിദ്ര്യമുക്ത പ്രദേശം ഉണ്ട് എന്നല്ലേ വരും. അപ്പോൾ ഇന്ത്യക്കല്ലേ ക്രെഡിറ്റ്. ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം പോർട്ടുണ്ടാക്കി. വിഴിഞ്ഞം പോർട്ട് കേരളത്തിൻ്റെതാണോ? രാജ്യത്തിൻ്റെ പോർട്ടായിട്ടല്ലേ പുറത്തറിയപ്പെടുക. അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു അഭിമാന സ്തംഭമായിട്ടല്ലേ അത് മാറുന്നത്. അപ്പോൾ നമ്മൾ ഒരു നേട്ടമുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സങ്കുചിതമായ ഒരു നേട്ടം മാത്രമല്ല, നാടിൻ്റെ സങ്കുചിതമായൊരു നേട്ടം മാത്രമല്ല, രാജ്യത്തിൻ്റെ തന്നെ നേട്ടമായിട്ടല്ലേ അത് മാറുന്നത്. ആ നിലക്കല്ലേ അതിനെ കാണേണ്ടത്. ഈ കാര്യത്തിലുള്ള സഹായം ഉണ്ടെങ്കിൽ നല്ലത് തന്നെ. നമുക്കിപ്പോൾ ഒരു സഹായവും നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഏതൊക്കെ സഹായമാണെന്ന് അതിൻ്റെ കൂടെ പറയുന്നത് നല്ലതാണെന്ന് മാത്രം. ഇല്ലയോ